ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാം ക്ലാസ്സിൻ്റെ EBSൻ്റെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, സെക്കൻഡ് ടൈം ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 2024-25 വർഷത്തെ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കൂടെ നമ്മൾ ഒരുമിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഗുഡ്നെസ് ഓഫ് ക്ലീൻനെസ്, ശുചിത്വം മഹത്വം എന്നുള്ളതാണ് എ ചോദ്യം. Anu and her friends are preparing a chart on personal hygiene for school science fair. അപ്പോൾ സ്കൂളിലെ സയൻസ് ഫെയറിന് വേണ്ടിയിട്ട് പേഴ്സണൽ ഹൈജീൻ എന്ന ടോപ്പിക്കിൽ ഒരു ചാർട്ട് തയ്യാറാക്കുകയാണ് അനുവും അനുവിൻ്റെ കൂട്ടുകാരും. കംപ്ലീറ്റ് ദ ചാർട്ട് ഇൻക്ലൂഡിങ് യുവർ സജഷൻസ്. നിങ്ങളുടെ സജഷൻസും കൂടെ എഴുതിയിട്ട് ഈ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. സോ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഗുഡ്നെസ് ഓഫ് ക്ലീൻനെസ് എന്നതാണ് ടോപ്പിക്ക്. ശുചിത്വ മഹത്വം. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫുഡ്. ഭക്ഷണത്തിന് ആഹാരത്തിന് ശേഷവും കൈകൾ നന്നായി കഴുകണം എന്ന് പറയുന്നു. മുമ്പും ശേഷവും കൈകൾ നന്നായി കഴുകണം. പിന്നെ എന്തൊക്കെ സജഷൻസ് ആണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുക? എല്ലാ ദിവസവും കുളിക്കുക, ദിവസവും 2 നേരം പല്ലു തേക്കുക, നഖം മുറിക്കുക, ടേക്ക് ബാത്ത് എവറി ഡേ, ബ്രഷ് യുവർ ടീത്ത് ഡെയിലി, വിയർ ക്ലീൻ ക്ലോത്ത്സ്, കട്ട് യുവർ നെയിൽസ് പ്രോപ്പർലി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് അവിടെ എഴുതി കൊടുക്കുക മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്. ഡിഡ് യു നോട്ടീസ് ദ ബോർഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പാർക്ക്? ഇവിടെ പാർക്കിൻ്റെ മുന്നിലൊരു ബോർഡ് ഉണ്ടല്ലേ. എന്ത് ബോർഡാണ്? ഡു നോട്ട് ബേൺ ഓർ ത്രോ എവേ പ്ലാസ്റ്റിക് വേസ്റ്റ്. എന്താണ്? പ്ലാസ്റ്റിക് വേസ്റ്റ് കത്തിക്കാനോ വലിച്ചെറിയാനോ പാടില്ല. സോ പ്ലാസ്റ്റിക് വേസ്റ്റ് ഷുഡ് ബി നോട്ട് ബി ബേൺ ഓൺ ത്രോ എവേ. വൈ? അപ്പോൾ പാർക്കിൻ്റെ മുമ്പിലുള്ള ബോർഡ് നമ്മൾ ശ്രദ്ധിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് കുറിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കരുത് എന്ന് പറയുന്നത്? കാരണം ബേണിംഗ് പ്ലാസ്റ്റിക് ക്രിയേറ്റ് ഡേർട്ടി സ്മോക്ക്, ത്രോയിങ് പ്ലാസ്റ്റിക് ഓൺ ദ ഗ്രൗണ്ട് ഹാംസ് എനിമൽസ്, പൊല്യൂട്ട് ദ സോയിൽ, പ്ലാസ്റ്റിക് ഡസ് നോട്ട് റോട്ട് ഈസിലി. അപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരികയും ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. മണ്ണിൽ വലിച്ചെറിഞ്ഞാൽ അത് ലയിക്കുകയില്ല, അതിലൂടെ പരിസര മലിനീകരണവും സംഭവിക്കും. അപ്പോൾ ഈ 2 കാരണങ്ങളാണുള്ളത്. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ കത്തിക്കരുതെന്നും വലിച്ചെറിയരുതെന്നും പറയുന്നത്. ഇനി നമുക്കിതിലെ സി ചോദ്യം നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഡിസീസസ് സ്പ്രെഡ് ബൈ മോസ്കിറ്റോസ്. മോസ്കിറ്റോസ് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ഇതിൽ പറയുന്നത് ഏതാണ്? ജെൻഡിക്ക്, കോളറ, എലിഫാന്തിസിസ്, തൈറോയിഡ്. ഇതിലെ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊതുക് പരത്തുന്ന രോഗം ഏതാണ്? മഞ്ഞപ്പിത്തം, കോളറ, മന്ത്, ടൈഫോയിഡ്. ഏതാണ്? മന്താണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഇതിലെ അടുത്ത ചോദ്യം പ്രവർത്തനം 2 ആണ്. മണ്ണ് സംരക്ഷിക്കാൻ. ഞാൻ എന്നും മണ്ണിൽ തന്നെ എന്ന് മണ്ണിരയാണ് പറയുന്നത്. മണ്ണിര പറയുന്നത് ശ്രദ്ധിച്ചല്ലോ. മണ്ണിരക്ക് മാത്രമല്ല മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും മണ്ണുകൊണ്ട് നിരവധി പ്രയോജനങ്ങളുണ്ട്. അവ ഏതൊക്കെ എന്ന് എഴുതാനാണ് പറയുന്നത്. ആക്ടിവിറ്റി നമ്പർ 2 സോയിൽ കൺസർവേഷൻ ആണ്. I am always in the soil. ഏ ചോദ്യം. ഹാവ് യു നോട്ടീസ്ഡ് വാട്ട് ദ എർത്ത് വോം സെയ്ഡ്? എർത്ത് വോം പറഞ്ഞത് എന്താണ്? ഞാൻ മണ്ണിൽ തന്നെയാണെന്നാണ് പറയുന്നത് അല്ലേ. നോട്ട് ഓൺലി എർത്ത് വോംസ് ബട്ട് ഓൾസോ ഹ്യൂമൻ ബീങ്സ് ആൻഡ് അതർ ക്രിയേച്ചേഴ്സ് ഗെറ്റ് ബെനിഫിറ്റ്സ് ഫ്രം ദ സോയിൽ. വാട്ട് ആർ ദോസ് ബെനിഫിറ്റ്സ്? അപ്പോൾ എന്തൊക്കെയാണ് മനുഷ്യനാണെങ്കിലും മണ്ണിരക്കാണെങ്കിലും മണ്ണിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്നാണ് എഴുതേണ്ടത്. ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, ജീവികളുടെ വാസസ്ഥലമാണ് അല്ലേ. ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ക്രിയേച്ചേഴ്സ് എന്നുള്ളതാണ്. പിന്നെ എന്തെഴുതാം? സോയിൽ ഹാവ്സ് പ്ലേസ് ടു ഗ്രോ. അതുപോലെ തന്നെ സോയിൽ ഹോൾഡ്സ് വാട്ടർ, സോയിൽ ഗീവ്സ് അസ് ഫുഡ്, സോയിൽ ഈസ് എസെൻഷ്യൽ ഫോർ അഗ്രികൾച്ചർ. കൃഷിക്ക് മണ്ണ് ആവശ്യമാണ്, ചെടികൾ വളർത്താൻ, വീട് നിർമ്മിക്കാൻ, ഇതിനൊക്കെ എന്താവശ്യമാണ്? മണ്ണ് എന്ന് പറയുന്നത് ആവശ്യമാണ്. അപ്പോൾ മണ്ണ് മനുഷ്യനായിക്കോട്ടെ മൃഗങ്ങൾക്കായിക്കോട്ടെ അതിൻ്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ മണ്ണ് വേണമെന്ന് നമുക്ക് പറയാം. ഇനി ഇതിലെ ബി ചോദ്യം എന്ന് പറയുന്നത് മണ്ണ് സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ കൺസർവേഷൻ. അപ്പോൾ മണ്ണ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് സംരക്ഷിക്കേണ്ടത്? റെഡ്യൂസ് യൂസ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് കൺസേർവ് ദ സോയിൽ. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറച്ചിട്ട് മണ്ണിനെ സംരക്ഷിക്കുക. ഡോണ്ട് ത്രോ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ടു ദ സറൗണ്ടിങ്സ്. ചുറ്റുപാടുകളിലേക്ക് പ്ലാസ്റ്റിക് വേസ്റ്റുകളൊന്നും വലിച്ചെറിയരുത്. കീപ് സറൗണ്ടിങ്സ് ക്ലീൻ ആൻഡ് ഫ്രഷ്. നമ്മുടെ ചുറ്റുപാടും ക്ലീനും ഫ്രഷുമാക്കി നിലനിർത്തുക. അപ്പോൾ മണ്ണില്ലെങ്കിൽ നാമില്ല. മണ്ണ് ജീവന്റെ ആധാരം. മണ്ണ് സംരക്ഷിക്കുക, ജീവനെ നിലനിർത്തുക. ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ പ്ലക്കാർഡിൽ അല്ലെങ്കിൽ പോസ്റ്ററിൽ എഴുതാൻ വേണ്ടി പറ്റും. അതിന് ആപ്റ്റ് ആയിട്ടുള്ള ചിത്രങ്ങളും വരച്ചു കൊടുക്കുക. ഒരു ബോക്സിൻ്റെ ഉള്ളിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കാം. അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തന ആക്ടിവിറ്റി നമ്പർ 3 ആണ്. ഇവിടെ കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ബീൻസ്, ടാപ്പിയോക്കോ, പപ്പായ, എഗ്ഗ്, മുരിങ്ങ ലീഫ്, മിൽക്ക്, മാംഗോ, വീറ്റ്, യാം, പംകിൻ, കോണ്, ബംഗാൾ ഗ്രാം,
ജാക്ക് ഫ്രൂട്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ ദ ഫുഡ് ഐറ്റംസ് ഗിവൺ എബവ്. അപ്പോൾ മേലെ കൊടുത്തിട്ടുള്ള അതിനെ എന്ത് ചെയ്യണം, താഴെ തന്നിട്ടുള്ള രീതിയിൽ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതണം. വെജിറ്റബിൾസിൽ ഏതൊക്കെ എഴുതാം? ബീൻസ്, മുരിങ്ങ ലീഫ്, പംകിൻ, ഇത്രയും വെജിറ്റബിൾസിൽ വരുന്നതാണ്. ഇനി അടുത്തത് ഫ്രൂട്ട്സ് ആണല്ലേ. ഫ്രൂട്ട്സിൽ വരുന്നത് പപ്പായ, ജാക്ക് ഫ്രൂട്ട്, മാംഗോ. ഇനി സീരിയൽസിൽ വരുന്നത് ഏതൊക്കെയാണ്? റൈസ്, വീറ്റ്. പൾസസിൽ വരുന്നത് കോണ്, ബംഗാൾ ഗ്രാം. അതുപോലെ തന്നെ ട്യൂബേഴ്സിൽ വരുന്നത് ടാപ്പിയോക്ക, യാം. അടുത്തത് ഫുഡ് ഫ്രം എനിമൽസിൽ വരുന്നത് ഏതൊക്കെയാണ്? എഗ്ഗ്, മിൽക്ക്. ഇത് രണ്ടും ഫുഡ് ഫ്രം എനിമൽസ് ആണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് എഴുതാൻ വരും. അപ്പോൾ കൂട്ടുകാർ എന്തായാലും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിന് മലയാളം മീഡിയം നോക്കാം. പ്രവർത്തനം 3 ആഹാരം പലവിധം എന്നുള്ളതാണ്. ഇവിടെ തന്നിട്ടുള്ളത് പയറ്, മുട്ട, മാമ്പഴം, മത്തങ്ങ, കടല, മരച്ചീനി, മുരിങ്ങയില, ഗോതമ്പ്, ചോളം, പപ്പായ, പാല്, ചേന, ചക്കപ്പഴം. ഇനി മുകളിൽ കൊടുത്തിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കാനാണ്. ആദ്യം പച്ചക്കറികളിലുള്ളത് എഴുതാം അല്ലേ. പച്ചക്കറികളിൽ മത്തങ്ങ, മുരിങ്ങയില. പഴങ്ങളുള്ളത് ഏതാണ്? പപ്പായ, ചക്കപ്പഴം. ധാന്യങ്ങൾ ചോളം, ഗോതമ്പ്. പയറുവർഗ്ഗങ്ങൾ പയറ്, കടല. കിഴങ്ങുവർഗ്ഗം ചേന, മരച്ചീനി. ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നവ മുട്ട, പാല്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തരംതിരിച്ച് എഴുതുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇവിടെ പയർ എന്ന് പറയുന്നതിൽ പച്ചപ്പയറാണെങ്കിൽ അത് പച്ചക്കറിയാണ്, അത് ഉണങ്ങിയ പയറാണെങ്കിൽ പയറ് വർഗ്ഗങ്ങളിൽ വരും. അപ്പോൾ രണ്ടിൽ എഴുതിയാലും പ്രശ്നം ഇല്ല. ബി ചോദ്യം നോക്കാം. നമ്മുടെ ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന ചില പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. 1. ഒരേ തരം ഭക്ഷണം തന്നെ എല്ലാ ദിവസവും കഴിക്കണം. അത് ശരിയാണോ? അല്ല, തെറ്റാണ്. 2. ദിവസവും 6 മുതൽ 8 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. അത് ശരിയായ കാര്യമാണ് അല്ലേ. എണ്ണ അടങ്ങിയ ഭക്ഷണം ധാരാളമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അതും തെറ്റാണ്. ഭക്ഷ്യവസ്തുക്കൾ വേവിച്ച് കഴിക്കുന്നവയും വേവിക്കാതെ കഴിക്കുന്നവയും ഉണ്ട്. അത് ശരിയാണ്. ഇതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സം സ്റ്റേറ്റ്മെന്റ്സ് on our food habits are given below. First one, we should eat same kind of food every day. Second one, we should drink 6 or 8 glasses of water a day. Third one, eat loads of oily foods in good for health. Fourth one, there are cooked food and uncooked food. Find out the correct statements എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ പറഞ്ഞു ഒന്നാമത്തേതും നാലാമത്തെയുമാണ് രണ്ടാമത്തെയും നാലാമത്തെയുമാണ് ശരിയായിട്ടുള്ളത് അല്ലേ. അപ്പോൾ 2ഉം 4ഉം ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത പ്രവർത്തനം 4 ആണ്. നല്ലത് കഴിക്കാം. അപ്പു പറയാണ് പുട്ട്, കടലക്കറി, സാലഡ്, പാല്. പൊറോട്ട, ചിക്കൻ വറുത്തത്. ആകാശ് പറയാണ്. അപ്പുവും ആകാശും രാവിലെ കഴിച്ച ആഹാരത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. രണ്ടുപേരും കഴിച്ച ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. അഥവാ വിഭവം പുട്ട്. അതിലേതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണുള്ളത്? അരിപ്പൊടി, ഉപ്പ്, വെള്ളം അല്ലേ. പുട്ടുണ്ടാക്കുന്നത് അരിപ്പൊടി, ഉപ്പ്, വെള്ളം കൊണ്ടാണ്. കടലക്കറിയിൽ കടല, സവാള, ഉപ്പ്, മുളക് പൊടി, വെള്ളം. സാലഡ് ആണെങ്കിൽ കക്കരിക്ക, ക്യാരറ്റ്, സവാള, ഉപ്പ്. പൊറോട്ട മൈദ, ഉപ്പ്, എണ്ണ, വെള്ളം. ചിക്കൻ വറുത്തത് ചിക്കൻ, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, എണ്ണ. ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ആക്ടിവിറ്റി നമ്പർ 4 ലെറ്റ്സ് ഈറ്റ് ഗുഡ് ഫുഡ് എന്നുള്ളതാണ്. അപ്പു പറയുന്നത് നമ്മൾ പറഞ്ഞു. അപ്പു പുട്ട്, കടലക്കറി, സാലഡ്, മിൽക്ക് ഇതൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. പൊറോട്ട, ഫ്രൈഡ് ചിക്കനാണ് ആകാശ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഡിഷ് പുട്ട്. പുട്ടിൽ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ഉള്ളത്? റൈസ് ഫ്ലോർ, കോക്കനറ്റ്, വാട്ടർ, സോൾട്ട്. അതുപോലെ തന്നെ കടലക്കറി ആണെങ്കിൽ ബംഗാൾ ഗ്രാം, ഒനിയൻ, ടൊമാറ്റോ, കോക്കനട്ട്, സ്പൈസസ്. ഇനി സാലഡിലാണെങ്കിൽ ക്യുക്കമ്പർ, ടൊമാറ്റോ, ക്യാരറ്റ്, സാൾട്ട് ആൻഡ് ലെമൺ. പൊറോട്ടയിലാണെങ്കിൽ മൈദ, വാട്ടർ, സോൾട്ട്, ഓയിൽ ഓർ ഗീ. ഫ്രൈഡ് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ, ഫ്ലോർ, സ്പൈസസ്, ഓയിൽ. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ചേർക്കുന്നത്. ഇവിടെ ചിക്കനിൽ ചേർക്കുന്ന ഫ്ലോർ എന്ന് പറയുന്നത് ചിലർ കോൺഫ്ലോർ ചേർക്കാറുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിലെ ബി ചോദ്യം നോക്കാം. ഹു ഈറ്റ്സ് എ ഹെൽത്തി ഫുഡ്, അപ്പു ഓർ ആകാശ്? റൈറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ. അപ്പുവും ആകാശും കഴിച്ചതിൽ ആരുടെ ഭക്ഷണമാണ് കൂടുതൽ ആരോഗ്യപ്രദമായത്? നിങ്ങളുടെ അഭിപ്രായം കുറിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരുടെയാണ് നല്ല ഭക്ഷണം? അപ്പുവിൻ്റേതാണല്ലേ. അപ്പു ഈസ് ഹെൽത്തി ഫുഡ് ബിക്കോസ് ഹി ഈറ്റ്സ് പുട്ട്, കടലക്കറി, salad and milk. These are healthy foods because they give us energy, protein, vitamins and make our body strong. അപ്പോൾ അപ്പു പുട്ട്, കടലക്കറി, സാലഡ്, പാല് എന്നിവയാണ് കഴിച്ചത്. അതിൽ എല്ലാത്തരം ആരോഗ്യകരമായ ഭക്ഷണവും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പു കഴിച്ചതാണ് ആരോഗ്യപ്രദമായത്. ആകാശ് പൊറോട്ടയും ചിക്കൻ വറുത്തതുമാണ് കഴിച്ചത്. അതിൽ ധാന്യങ്ങളും പച്ചക്കറികളും ഒന്നും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്.
അടുത്ത പ്രവർത്തനം നോക്കാം. അഞ്ചാമത്തെ പ്രവർത്തനമാണ് വൃത്തിയുള്ള പരിസരം. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കുട്ടികൾ വിദ്യാലയ പരിസരം വൃത്തിയാക്കിയപ്പോൾ ശേഖരിച്ച മാലിന്യങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? പ്ലാസ്റ്റിക് കുപ്പികൾ, പഴത്തൊലി, ഭക്ഷണാവശിഷ്ടങ്ങൾ, കേടായ ബാറ്ററികൾ, പ്ലാസ്റ്റിക് കവർ, കേടുവന്ന കീബോർഡ്. ഇവയെ ഉചിതമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ജൈവ മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ, അപകടകരമായ മാലിന്യങ്ങൾ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം അല്ലേ. അപ്പോൾ ഒന്നാമത്തേതിൽ നമുക്ക് ജൈവ മാലിന്യങ്ങൾ എഴുതാം. അതിൽ പഴത്തൊലി, ഭക്ഷണാവശിഷ്ടങ്ങൾ ഇത് രണ്ടും എഴുതി കൊടുക്കാം. പഴത്തൊലി അവിടെ എഴുതിയിട്ടുണ്ട്, അത് മാഞ്ഞു പോയതാണ് കേട്ടോ. അടുത്തത് അജൈവ മാലിന്യങ്ങളിൽ വരുന്നത് പ്ലാസ്റ്റിക് കവറുകൾ, പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവ എഴുതാം. ഇനി അപകടകരമായ മാലിന്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കേടായ ബാറ്ററികൾ, മറ്റൊന്ന് കേടുവന്ന കീബോർഡ്. ഇത് രണ്ടും അപകടകരമായ മാലിന്യങ്ങളിലും എഴുതാം. ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ആക്ടിവിറ്റി നമ്പർ 5 ആണ് ക്ലീൻ സറൗണ്ടിങ്സ്. ബിലോ ആർ ദ പിക്ചേഴ്സ് ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് കളക്റ്റഡ് ബൈ ചിൽഡ്രൻ വൈൽ ക്ലീനിങ് ദ സ്കൂൾ സറൗണ്ടിങ്സ് ഓൺ ഗാന്ധി ജയന്തി. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഗാന്ധി ജയന്തിക്ക് സ്കൂളിൻ്റെ പരിസരം വൃത്തിയാക്കിയപ്പോൾ കിട്ടിയിട്ടുള്ള വേസ്റ്റ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ബനാന പീല്, ഫുഡ് വേസ്റ്റ്, ഡാമേജ്ഡ് ബാറ്ററീസ്, പ്ലാസ്റ്റിക് കവേഴ്സ്, ഡാമേജ്ഡ് കീബോർഡ്. ലേബൽ ദ പിൻസ് ആൻഡ് സോർട്ട് ദ വേസ്റ്റ് മെറ്റീരിയൽസ് സ്യൂട്ടബിളി. അപ്പോൾ എന്തൊക്കെ എഴുതാം നമുക്കിവിടെ? ഓരോന്നും ഓരോ ലേബൽ ചെയ്തിട്ട് കൊടുക്കണം അല്ലേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓർഗാനിക് വേസ്റ്റ്, അതിൽ ബനാന പീലും ഫുഡ് വേസ്റ്റും വരും. ദെൻ ഇൻഓർഗാനിക് വേസ്റ്റ്, അതിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസും പ്ലാസ്റ്റിക് കവേഴ്സും വരും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹസാർഡിയസ് വേസ്റ്റ് ആണ്. ഡാമേജ്ഡ് ബാറ്ററീസും ഡാമേജ്ഡ് കീബോർഡും വരും. ഇത് രണ്ടും അവിടെയും എഴുതി കൊടുക്കുക. ഇതിലെ ബി ചോദ്യമാണ് പുട്ട് ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ക്ലീൻ സറൗണ്ടിങ്സ്. അഥവാ വൃത്തിയുള്ള പരിസരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾക്ക് നേരെ ടിക്ക് കൊടുക്കുക. ഒന്ന്, വേസ്റ്റ് ഈസ് നോട്ട് പിൽഡ് അപ്പ്. ചപ്പുചവറുകൾ കൂടിക്കിടക്കുന്നില്ല. അത് ശരിയായിട്ടുള്ളതാണല്ലേ, അപ്പോൾ അതിന് ടിക്ക് കൊടുക്കുക. വേസ്റ്റ് വാട്ടർ ഈസ് അക്യുമുലേറ്റഡ്. മലിനജലം കെട്ടിക്കിടക്കുന്നു. അത് ശരിയാണോ? അല്ല, അപ്പോൾ അതിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പ്ലാസ്റ്റിക് വേസ്റ്റ് ഈസ് സ്കാറ്റേർഡ് എറൗണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നു. അതും ശരിയല്ല, അപ്പോൾ അതിനും ഒന്നും കൊടുക്കണ്ട. പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ ഈസ് അറേഞ്ച്ഡ്. മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത് ശരിയാണ്. അപ്പോൾ ഒന്നാമത്തേതും നാലാമത്തേതും മാത്രമേ ടിക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയുള്ളതിനൊന്നും ഒന്നും കൊടുക്കേണ്ട. അടുത്തത് പ്രവർത്തനം 6 ആണ്. ആക്ടിവിറ്റി നമ്പർ 6 വാട്ടർ ആൻഡ് സോയിൽ, മണ്ണും ജലവും. കംപ്ലീറ്റ് ദ കോൺസെപ്റ്റ് മാപ്പ് വിത്ത് ദ യൂസ് ഓഫ് വാട്ടർ. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ജലം കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളാണുള്ളത്? പദസൂര്യം പൂർത്തിയാക്കുക. ഒന്നിവിടെ തന്നിട്ടുണ്ട് എനിമൽസ് ബാത്ത് ഇൻ വാട്ടർ, മൃഗങ്ങൾക്ക് കുളിക്കാൻ. പിന്നെ എന്തൊക്കെയാണ്? ഫോർ ഡ്രിങ്കിങ് അല്ലേ, കുടിക്കാൻ. ഫോർ വാഷിംഗ് ക്ലോത്ത്സ്, വസ്ത്രങ്ങളൊക്കെ കഴുകാൻ. ഫോർ ക്ലീനിങ്, വൃത്തിയാക്കാൻ. ഫോർ കുക്കിംഗ്, ഭക്ഷണം പാകം ചെയ്യാൻ. കൃഷി ആവശ്യത്തിന്, ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? വെള്ളം എന്ന് പറയുന്നത് വേണം അല്ലേ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ എക്സാമിന് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.